രാധേ രാധേ സുഹൃത്തുക്കളെ. ശ്രീ പ്രേമാനന്ദ മഹാരാജ് ജിയുടെ സത്സംഗത്തിൽ ഒരു ഭക്തൻ വളരെ ആഴമുള്ള ഒരു ചോദ്യം ചോദിച്ചു. മഹാരാജ് ജി, നാമജപം നടക്കുന്നു. പക്ഷേ അത് വെറും നാവിൽ മാത്രം. ഒരു യന്ത്രം പോലെ. അകത്തെ യാതൊരു ഭാവവും ഉയരുന്നില്ല. ഹൃദയത്തിൽ നിന്ന് സത്യമായ ഭാവത്തോടെ നാമജപം എങ്ങനെ ചെയ്യാം? അതിന് മറുപടിയായി മഹാരാജ് ജി വളരെ ലളിതവും മനോഹരവുമായ രീതിയിൽ നാമജപത്തിന്റെ 3 ഘട്ടങ്ങൾ വിശദീകരിച്ചു. 1. വൈഖരി അഥവാ വാചിക ജപം, പുറത്തേക്ക് ശബ്ദത്തോടെ ചെയ്യുന്ന നാമജപം തന്നെയാണ് ഇത്. 2. ഉപാംശു ജപം, ഇതിൽ ചുണ്ടുകൾ അടച്ച് മൃദുവായി ദൈവനാമം ഉച്ചരിക്കുന്നു. ഇതിൽ നാവിന്റെ ചലനം കുറവായിരിക്കും. കൂടാതെ ദൈവത്തെ ധ്യാനിച്ചുകൊണ്ടും ചെയ്യുന്നു. 3. മാനസിക ജപം, ഇത് സമ്പൂർണ്ണ ഏകാഗ്രതയോടെ മനസ്സിൽ മാത്രം നടക്കുന്ന ജപമാണ്. ഇവിടെ ജപം സ്വയം നടക്കുന്നു. സാധകൻ അകത്തേക്ക് ഭഗവാനിൽ ലയിക്കുന്നു. മഹാരാജ് ജി പറയുന്നു, ആദ്യഘട്ടമായ വാചിക ജപം അനർത്ഥങ്ങളെ നീക്കുന്നു. നമ്മൾ അനേകം ജന്മങ്ങളിൽ സമ്പാദിച്ച പാപങ്ങൾ ഈ നാമജപത്തിലൂടെ പതിയെ പതിയെ ദഹിച്ചു തീരുന്നു. ഈ പാപങ്ങൾ മുഴുവനായി നശിക്കുന്നതുവരെ സ്ഥിരമായ ആനന്ദം അനുഭവിക്കാൻ സാധിക്കില്ല. ചിലപ്പോൾ ഹൃദയം അസ്വസ്ഥമാകാം. ചിലപ്പോൾ സത്വഗുണം ഉയരും. അപ്പോൾ ശാന്തിയും സന്തോഷവും അനുഭവപ്പെടും. ചിലപ്പോൾ രജോഗുണം ഉയരും. അപ്പോൾ കാമം, ക്രോധം തുടങ്ങിയ ദോഷങ്ങൾ ഉയരും. ചിലപ്പോൾ തമോഗുണം പ്രബലമാകും. അപ്പോൾ ഉറക്കം, മടുപ്പ്, അലസത വർദ്ധിക്കും. സുഹൃത്തുക്കളെ, സാധകന്റെ അന്തിമ ലക്ഷ്യം ഗുണാതീത അവസ്ഥ നേടുക എന്നതാണ്. ഒരു സാധകൻ ഭക്തിയോടും ആദരവോടും കൂടി ദീർഘകാലം നിരന്തരമായി നാമഭജനം ചെയ്യുമ്പോൾ ആ ഭജനം സ്വയം തുടർന്നുകൊണ്ടിരിക്കും. അത് പതിയെ പ്രേമമയമാകുന്നു. നാരദ ഭക്തിസൂത്രത്തിൽ പറയുന്നു, സിദ്ധോ ഭവതി, അമൃതോ ഭവതി, തൃപ്തോ ഭവതി, ന കിഞ്ചിത് വാഞ്ചതി, ന ശോചതി. ഒരു സാധകൻ ആ പരംപ്രേമം പ്രാപിക്കുമ്പോൾ അവൻ സമ്പൂർണനാകും, അമൃതത്വത്തിന് അർഹനാകും. അവന്റെ അവസ്ഥ ഇങ്ങനെയാകും: അവൻ ഒന്നും ആഗ്രഹിക്കില്ല, ഒന്നിനും ദുഃഖിക്കില്ല, ഒരാളോടും ദ്വേഷമില്ല, വിഷയങ്ങളിൽ ആസക്തിയും ഇല്ല. അവൻ പൂർണ്ണമായും തൃപ്തനാകും. സുഹൃത്തുക്കളെ, നമ്മൾ കുറച്ച് ദിവസങ്ങൾ അല്ലെങ്കിൽ ചില മാസം മാത്രം ഭജനം ചെയ്തു ഉടൻ തന്നെ സിദ്ധാവസ്ഥ പ്രതീക്ഷിക്കുന്നു. അത് സാധ്യമല്ല. നമ്മുടെ ലക്ഷ്യം വാചികവും ബൗദ്ധികവുമായ നിലയിൽ നിന്ന് മാനസിക നിലയിലേക്ക് ഉയരുക എന്നതാണ്. അതുകൊണ്ട് മഹാരാജ് ജി നമ്മോട് പറയുന്നു, ആനന്ദം കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും, സുഖം ലഭിച്ചാലും ലഭിച്ചില്ലെങ്കിലും, ലാഭം കണ്ടാലും കണ്ടില്ലെങ്കിലും, ശ്രദ്ധയിൽ ഉയർച്ചതാഴ്ചകൾ വന്നാലും ഭജനം ഒരിക്കലും നിർത്തരുത്. ഇങ്ങനെ ദൃഢനിശ്ചയത്തോടെ നിരന്തരമായി ഭജനം ചെയ്താൽ സാധകൻ പതിയെ ഗുണാതീത അവസ്ഥയിലേക്ക് ഉയരും. ഭാവം ഉണ്ടായാലും ഇല്ലെങ്കിലും നാമം വിട്ടുകളയരുത്. നിരന്തരതയാണ് സാധനയെ സിദ്ധിയിലേക്ക് നയിക്കുന്നത്. രാധേ രാധേ.